ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ദാൽ ഫ്രൈയുടെ റെസിപ്പിയാണ്. ദാൽ ഫ്രൈ അല്ലെങ്കിൽ തഡ്ക ദാൽ എന്നൊക്കെ പറയാം. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഢാബ സ്റ്റൈൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മൾ ദാൽ ഫ്രൈ അല്ലെങ്കിൽ തഡ്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പിയിൽ ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 തരത്തിലുള്ള പരിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ്. അത് ഞാൻ ഒരു മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കണം. 3 ടേബിൾ സ്പൂണാണ് ഇതുള്ളത്. അതുപോലെ ഇത് തുവരപ്പരിപ്പ് അല്ലെങ്കിൽ തുവർ ദാൽ എന്ന് പറയും. തുവരപ്പരിപ്പ് അതും വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുവരപ്പരിപ്പിൻ്റെ കൂടെ നമുക്ക് ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ, ചെറുപയർ പരിപ്പും വേണമെങ്കിൽ നമുക്ക് 2-3 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുണ്ട്. ഞാൻ കടലപ്പരിപ്പിൻ്റെയും അതുപോലെ തന്നെ തുവരപ്പരിപ്പിൻ്റെയും കൂടെ ഒരു മിക്സാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്നരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അതുപോലെ കാശ്മീരി മുളക് പൊടി ഒരു ശകലം ഒരു ടീസ്പൂൺ നമുക്ക് കാശ്മീരി മുളക് പൊടി കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കളറിന് വേണ്ടി മാത്രം മതി. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇപ്പോൾ അത്രയും ചേർത്താൽ മതിയാകും. അല്ലെങ്കിൽ ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം പരിപ്പ് നമുക്ക് ശരിക്കും വേവിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത്രയും ഉപ്പ് മതിയാകും. ഇനി നമുക്ക് 1.5 കപ്പ് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് പരിപ്പ് വേവുന്നത് വരെ കുക്കർ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവോള ഏറ്റവും നന്നായിട്ട് ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് ഇഞ്ചിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതുപോലെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള സവോള കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് സവോളയൊക്കെ ഒന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് അവിടെ വേവുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് പരിപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം നമ്മൾ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ. വെള്ളം കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെന്തതിന് ശേഷം വെള്ളം തിളപ്പിച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ മസാലയിലേക്ക് വെന്ത പരിപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പരിപ്പ് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഉടച്ചങ്ങ് മാഷ് ചെയ്യരുത്. ഇച്ചിരി നമ്മളിതുപോലെ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കിടക്കണം. റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇതുപോലെ ഉള്ള ദാലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ടെക്സ്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഉടയ്ക്കരുത്. ഇനി നമുക്കിതൊന്ന് കടുക് വറുക്കണം. അതിനായിട്ട് അല്പം പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഒരു ശകലം ജീരകം ഒന്ന് പൊട്ടിക്കാം. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ ആഡ് ചെയ്ത് അതുപോലെ കാശ്മീരി റെഡ് ചില്ലിയാണ്, ഡ്രൈ റെഡ് ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക്
അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു പിഞ്ച് 1-2 പിഞ്ച് കായം കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ പരിപ്പ് ദാൽ ഫ്രൈക്ക് ഉണ്ടാവുക. ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ദാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പരിപ്പ് കറി അല്ലെങ്കിൽ ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ദാൽ തടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ധാബ സ്റ്റൈൽ ദാൽ തടുക്കയാണിത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി നമുക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും എപ്പോഴും എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങളും കഴിക്കുക. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.